ദ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 3 ആണ്. ചാപ്റ്റർ കൂടുതൽ അമെൻമെൻറ്റ്സ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റാണ് കൂടുതൽ നമ്മൾ പ്രോസ്പെക്ടസിൽ വെച്ച് പഠിക്കുന്നുണ്ട്. എന്താണ് പ്രോസ്പെക്ടസ്? ഒരു പക്ഷേ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലയബിലിറ്റി, സിവിൽ, ക്രിമിനൽ ലയബിലിറ്റി നമ്മൾ പഠിക്കുന്നു. സോ ചാപ്റ്ററിൻ്റെ പേര് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോസ്പെക്ടസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 50-50% എന്താണ് നമുക്ക് ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്, പക്ഷേ റിലേറ്റഡ് കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ വാട്ട് ഈസ് എ മോഡ് ഓഫ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് രീതിയാണ്, പബ്ലിക്കും പ്രൈവറ്റ് ഇഷ്യൂസും ആണ്. അതിനകത്ത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട്, ഫർദർ പബ്ലിക് ഓഫർ ഉണ്ട്, ഓഫർ ഫോർ സെയിൽ ഉണ്ട്. ഇതിനകത്ത് ഇനീഷ്യൽ പബ്ലിഷ് ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം IPO അല്ലേ. ഒരു കമ്പനി ആദ്യമായിട്ട് എന്താണ് പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കോൺസെപ്റ്റിൻ്റെ പേരാണ് IPO എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തതും നെക്സ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന എല്ലാം എന്താണ് FPO, നമ്മളൊരു ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയും. ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഈ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ നല്ല കൺട്രോളിംഗ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് എന്താണ് വലിയൊരു തുക നല്ലൊരു പൈസയ്ക്ക് എന്താണ് പബ്ലിക്കിന് വിറ്റിട്ട് പൈസ സ്വന്തമാക്കും. അതൊരിക്കലും ഫണ്ട് എന്താണ് കമ്പനിക്ക് പോകില്ല. ഈ രണ്ട് കേസസിലും എന്താണ് ഈ രണ്ട് കേസസിലും ഫണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് പോവുകയെങ്കിലും മൂന്നാമത്തെ കേസിൽ എന്താണ് ആരാണോ വിൽക്കുന്നത് പ്രൊമോട്ടേഴ്സ് കമ്പനി ത്രൂ വിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് IPOയുടെ കൂടെയും ആഡ് ചെയ്യും, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും രണ്ട് കൺസെപ്റ്റാണ് നമുക്കറിയാം. IPO ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ലെങ്കിൽ തന്നെയും IPO ചെയ്യുന്ന സമയത്ത് കമ്പനി എന്താണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. പബ്ലിക് ഓഫർ എന്ന രീതിയിലാണ് പബ്ലിക് ഓഫർ. പ്രോസ്പെക്ടസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് അത് പബ്ലിക് ഇഷ്യൂ ആണ് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ അത് നമ്മൾ വേറെ ഓഫർ കം അപ്ലിക്കേഷൻ നമ്മൾ പറയും. ഓക്കെ, പ്രൈവറ്റ് പ്ലേസ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമിന്റെ പേരാണ് പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ് പ്രൈവറ്റ് ചെയ്താലും പബ്ലിക് ചെയ്താലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും കുറച്ച് പൈസ എന്താണ് തങ്ങളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് അവരിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്ന സിസ്റ്റമിന്റെ പേരാണ് റൈറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് റൈറ്റ് ഇഷ്യൂസും ബോണസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇഷ്യൂ ചെയ്യുന്നത്. ഈ ബോണസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ രണ്ട് കോൺസെപ്റ്റും സിമിലർ ആണ്. നമുക്ക് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴും നമ്മൾ അതാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നത് റൈറ്റ് ഇഷ്യൂസും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. പക്ഷേ ഇത് എന്താണ് പെയ്ഡ് ആയിരിക്കും, പക്ഷേ ഇത് ഫ്രീ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 subsection 68 പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്. 2 subsection 68 ഒരിക്കലും പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ആർക്ക് മാത്രം ഇഷ്യൂ ചെയ്യാം, നമുക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ഇഷ്യൂ ചെയ്യാം. പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ എന്താണ് ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കുണ്ട്, പ്രൈവറ്റ് കമ്പനിക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഇഷ്യൂസും ചെയ്യാം, കാരണം ഇത് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനാണ്. ബോണസ് ഇഷ്യൂയും ചെയ്യാം, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനാണ്. ഇത് രണ്ടും സെയിം ആണ്. ഇപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് പബ്ലിക് കമ്പനിക്ക് IPO FPO ഓഫർ ഫോർ സെയിൽ എല്ലാം ചെയ്യാം. പബ്ലിക് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കിന് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റോ രണ്ട് കമ്പനീസിനും ചെയ്യാൻ പറ്റും. ബാക്കി എന്താണ് റൈറ്റ് ഇഷ്യൂസും ബോണസ് ഇഷ്യൂസും ചെയ്യാൻ പറ്റും. ഇനി അത് ഇഷ്യൂവിനെ കുറിച്ചല്ല, സെബി ആണ്. അതായത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രൊപ്പോസ് ടു ബി ലിസ്റ്റഡ് കമ്പനീസിനും എല്ലാം ഇപ്പോഴും എന്താണ് സെബിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ICDR 2018 എന്ന് പറയുന്ന റെഗുലേഷൻസ് ഉണ്ട്. ICDR 2018 ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതേപോലെ തന്നെ LODR 2015 ലിസ്റ്റിങ്ങിന്റെ കുറച്ച് ഗൈഡ് ലൈൻസും എന്താണ് ഫോളോ ചെയ്യാനുണ്ട്. ഇതൊക്കെ എന്താണ് ലിസ്റ്റഡ് കമ്പനീസിനാണ്. ലിസ്റ്റഡ് അല്ലാത്ത കമ്പനീസ് എന്താണ് കമ്പനീസ് റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ലിസ്റ്റഡ് കമ്പനി ആൻഡ് കമ്പനി പ്രപ്പോസ് ടു ബി ലിസ്റ്റഡ്. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് സിമ്പിൾ മീനിങ് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് സ്റ്റേറ്റിംഗ് സംതിങ് അബൌട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രോസ്പെക്ടസ്? ഇറ്റ് ഈസ് എ ഡിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ്, ഡിസ്ക്രൈബ്ഡ് ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്ടസ്. ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഒരു സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ CA പെർസ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയും, ശരിയല്ലേ? അപ്പോൾ അവർ തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ദാറ്റ് ഡോക്യുമെന്റ് ഈസ് കോൾഡ് ആസ് പ്രോസ്പെക്ടസ്. ദാറ്റ് ഈസ് പബ്ലിക്കലി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എനി ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഡി കോർപ്പറേറ്റ്. ഇന്ത്യൻ കമ്പനി ഫോറിൻ കമ്പനി എല്ലാവരും ഒരേപോലെയാണ് ഫോളോ ചെയ്യുന്നത്. ഏത് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങളത് ഷെയർസ് മാത്രമല്ല കേട്ടോ, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ഏത് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ
പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേരാണ് പ്രോസ്പെക്ടസ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പഠിക്കുന്നുണ്ട്. ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് 1 minute ഷെൽഫ് ദിസ് വൺ, ഒരു ചെറിയൊരു ഇൻട്രോ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആദ്യമേ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട്, ഷെൽഫ് ഉണ്ട്, അബ്രിഡ്ജ് ഉണ്ട്. നോക്കി എന്തൊക്കെയുണ്ട്, റെഡ് ഹീറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട്, അതേപോലെ തന്നെ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉണ്ട്, അതേപോലെ തന്നെ അബ്രിഡ്ജ്ഡ് ഉണ്ട്. ഇതല്ലാതെ പ്രോസ്പെക്ടസിന് തുല്യമായിട്ടുള്ള നോട്ടീസ്, സർക്കുലർ അഡ്വർടൈസ്മെന്റും പബ്ലിക്കിൽ നിന്നും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്താലും അതിന് എന്ത് മീനിങ് കൊടുക്കും, നമ്മൾ പ്രോസ്പെക്ടസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്, ഇതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. അതെല്ലാം എന്താണ്, ഫുൾഫിൽ ചെയ്തിരിക്കണം, ROCക്ക് അയച്ചു കൊടുക്കണം, മിസ്റ്റേക്ക് ഒന്നും പാടില്ല, പിന്നെ ലയബിലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിനും പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് കമ്പനി ഷെൽഫ്, റെഡ് ഹെറിംഗ്, അബ്രിഡ്ജ്ഡ് അല്ലാതെ വേറെ ഏതെങ്കിലും സർക്കിളിലൂടെ പബ്ലിക്കിന് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഏത് നിയമം ആപ്ലിക്കബിൾ ആകും, ഈ പറഞ്ഞ പ്രോസ്പെക്ടസിന്റെ നിയമം ആപ്ലിക്കബിൾ ആകും. അത്രയും ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ഈ പ്രോസ്പെക്ടസ് സൈൻ ചെയ്തിരിക്കണം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ഡയറക്ടർ അല്ലെങ്കിൽ അറ്റോർണി ഓഫ് ഡയറക്ടർ എന്താണ്, പവർ ഓഫ് അറ്റോർണി കൊടുത്ത ഡയറക്ടർ എന്താണ്, ഓത്തറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, സെബി സ്പെസിഫൈ ചെയ്യുന്ന ചില ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഉണ്ട്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻസ്, ഫൈനാൻഷ്യൽ ഡാറ്റ കാര്യങ്ങളൊക്കെ അത് ക്വസ്റ്റൻ ചെയ്തിരിക്കണം. ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ഡിക്ലറേഷൻ ഡയറക്ടേഴ്സ് കൊടുക്കുക. എന്താ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 2013 അതേപോലെ തന്നെ സെബിയുടെയോ അല്ലെങ്കിൽ സ്ക്ര ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ലിസ്റ്റിംഗിന്റെ ഒരു നിയമമാണ്. അത് കമ്പനി എന്താണ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതൊരു ബേസിക് ഇൻഫോർമേഷൻ ആണ്, ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് എക്സ്പെർട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കണം, ടു ബി ഗിവൻ ഓൺലി വെൻ ദ എക്സ്പെർട്ടീസ്. ആരാണ് എക്സ്പെർട്ട് എന്ന് പറയുന്നത്? പ്രൊഫഷണൽസ് ആണ്. എന്താണ്, നോട്ട് എൻഗേജ്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ ഇവിടെ ആൾവേസ് ദേ ആർ പ്രിഫറിംഗ് ദ തേർഡ് പാർട്ടീസ് ആണ്. അപ്പോൾ ആരായിരിക്കണം എക്സ്പെർട്ട് എന്ന് പറയുന്നത്? തേർഡ് പാർട്ടി ആയിരിക്കണം. കമ്പനിയിൽ ഒരു രീതിയിൽ ബന്ധമുള്ളവരായിരിക്കരുത്, കമ്പനിയിൽ ഒരു രീതിയിലോ താല്പര്യം, ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എന്താണ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഡയറക്റ്റ് റിലേഷനും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ്, തങ്ങളുടെ കൺസെന്റ്, അതായത് പ്രോസ്പെക്ടസിന്റെ ജെന്യൂനിറ്റിനെ കുറിച്ചുള്ള കൺസെന്റ് ഷുഡ് ബി ഗിവൻ ദ റൈറ്റിംഗ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോഴും ഈ എക്സ്പെർട്സിന്റെ ഒപ്പീനിയൻ അവിടെ വേണം. ഒരുപക്ഷെ എക്സ്പെർട്ട് എന്താണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നേക്കാൾ മുമ്പ് തന്റെ ഒപ്പീനിയൻ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെർട്ട് റിപ്പോർട്ട് അവിടെ ഉണ്ടാകില്ല. എക്സ്പെർട്ട് ഹാസ് നോട്ട് വിഡ്രോൺ ദ കൺസെന്റ് ടു ആക്ട് ആസ് എൻ എക്സ്പെർട്ട്. നെക്സ്റ്റ്, ഇതിന്റെ കവർ പേജിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും എന്താണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇതിന്റെ കോപ്പി ആർക്ക് കൊടുത്തിരിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുത്തിരിക്കണം. അത് കൊടുക്കാതെയുള്ള ഒരു ഡോക്യുമെന്റ് എന്താണ് പ്രോസ്പെക്ടസ് വാലിഡ് അല്ല. ഓക്കെ, റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു സച്ച് കോപ്പി. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ആർക്ക് കൊടുക്കണം? ROC കൊടുത്തിരിക്കണം എന്ന് കമ്പനിയുടെ പ്രോസ്പെക്ടസിന്റെ കവർ പേജിൽ എന്താണ് കൃത്യമായിട്ട് മെൻഷൻ, കവർ പേജ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അത് ആരെ അറിയിക്കണം? നമ്മൾ ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ടാകും. നെക്സ്റ്റ് കണ്ടന്റ്സ് ആണ്. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓർ ഒബ്ജക്ട് ഓഫ് പ്രോസ്പെക്ടസ്. ഇത് നോർമലി പറയുന്നത് ഇത് നമ്മൾ എന്താണ് വേറെ ചാപ്റ്ററിലായിട്ട് ചെറുതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് അൺയൂട്ടിലൈസ്ഡ് മണി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി എന്താണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു 100 കോടി രൂപ ഫണ്ട് റേസ് ചെയ്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു 30 കോടി രൂപ എന്താണ് ബാലൻസ് വന്നു. ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല കമ്പനി. കമ്പനി എന്ത് ചെയ്യും? പുതിയൊരു ഒബ്ജക്റ്റിന് വേണ്ടി കമ്പനി അത് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനി പഴയ ഒബ്ജക്റ്റ് പറഞ്ഞിട്ട് ഫണ്ട് റേസ് ചെയ്യുകയും ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി, അതാണ് നോർമലി പറയുന്നത്. ഇൻകംപ്ലീറ്റിൽ വെച്ച് ഒരിക്കലും കമ്പനി ചെയ്യില്ല. പക്ഷെ ഒരുപക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. കമ്പനി എന്താണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി, ഇനി കുറച്ച് പൈസ ബാക്കിയുണ്ട്. ആ ഒരു പൈസ വേറൊരു ഒബ്ജക്റ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ കോൺസെപ്റ്റിന്റെ പേരാണ് വേരിയേഷൻ നമ്മൾ പറയുന്നത്. അങ്ങനെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് എന്താണ് വേരിയേഷൻ ചെയ്തിട്ട് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. അവിടെ 100% കൺസെന്റ് എന്ന് പറയാത്തതിന്റെ കാരണം എന്താണ്? എല്ലാവരും സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ 75% മതി. ആൻഡ് ദ സെയിം തിങ് ഷുഡ് ബി പബ്ലിഷ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഒരു പക്ഷേ ഡിസെൻറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസെൻറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്? അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദോസ് ഷെയർ ഹോൾഡേഴ്സ് who have not agreed to the proposal to vary the terms of the contract or object referred in the prospectus. അതായത് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് അല്ലാതെ വേറൊരു പർപ്പസ് വേണ്ടി നമ്മൾ ഫണ്ട് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 പേരിൽ 100 ആൾക്കാരിൽ നമുക്കൊരു 15 ആൾക്കാർ എന്താണ് നോ എന്ന് പറഞ്ഞു, സമ്മതിക്കില്ലെന്ന് വെച്ചു. ദേ ആർ കോൾഡ് ആസ് എ ഡിസെൻഡിങ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം?
ഒരിക്കലും നമുക്ക് 100% സാറ്റിസ്ഫൈ ചെയ്തിട്ട്, കാരണം ഇത് മെജോറിറ്റി ആൾക്കാർ ഓക്കെ ആണെങ്കിൽ ആ ഒരു ഫണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അവർ നോ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കമ്പനിയിൽ നിന്ന് പോകാൻ ഒരവസരം കൊടുക്കണം. പറഞ്ഞ് ഇറങ്ങിപ്പോടാ എന്ന് പറയുകയല്ല, അത് പോകാൻ ഒരു അവസരം നമ്മൾ എന്താണ് ഈ പറഞ്ഞ മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കും. ഓക്കെ, അതാണ് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ബി പാസ് ടു ദ പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സെക്ഷൻ 110 നമ്മൾ എന്താണ് പോസ്റ്റൽ ബാലറ്റ്? പോസ്റ്റ് ആയിട്ട് ഒരു ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടന്റ് എന്തൊക്കെ വേണം ഉണ്ടോ? കണ്ടന്റ് വളരെ കൃത്യമായിട്ട് ഇത്ര മാത്രമുള്ള എന്തായിരുന്നു പാസ്റ്റ് ഒബ്ജക്റ്റ്, എവിടെയായിരുന്നു പുതിയ ഒബ്ജക്റ്റ്, എത്ര ഫണ്ടാണ് റൈസ് ചെയ്തത്, എത്ര അൺയൂട്ടിലൈസ്ഡ് ഉണ്ട്, എത്ര യൂട്ടിലൈസ് ചെയ്തു, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ കമ്പനി കീപ്പ് ചെയ്യേണ്ടത്. Where the company has raised money from the public through prospectus and has any unutilized amount out of the money so raised ഉണ്ടെങ്കിൽ it shall not vary the terms of the contract in the prospectus subject for the which the prospectus was issued except by passing a special resolution through the postal ballot. ഇപ്പോൾ കണ്ടന്റ് കുറച്ചുകൂടി പറഞ്ഞാൽ ഡീറ്റെയിൽ കണ്ടന്റ് ഉണ്ടാകും. The notice of the proposed resolution shall contain the prescribed particulars. എന്താണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ എത്ര ഫണ്ട് റേസ് ചെയ്ത്, എത്ര ബാക്കിയുണ്ട്, എന്താണ് പ്രൊപ്പോസൽ ഒബ്ജക്റ്റ്, എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്താണ് കമ്പനി മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ എന്താണ് കമ്പനി കാര്യം ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്തിരിക്കണം. പബ്ലിഷ് ഇൻ ദ ന്യൂസ് പേപ്പറിൽ വളരെ കൃത്യമായിട്ട് തന്നെ കമ്പനി അത് കൊടുത്തിരിക്കണം. ദ പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ്, ഇപ്പോൾ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ്, അതേ സംഭവം ന്യൂസ് പേപ്പറിലും കൊടുത്തിരിക്കണം. ഒന്ന് എന്താണ് ഇംഗ്ലീഷും വൺ വെർനാക്കുലർ, ഇംഗ്ലീഷ് ഒരു മലയാളത്തിൽ എന്താണ് കൊടുത്തിരിക്കണം. ഏത് ഏരിയ ബേസ് ചെയ്തിട്ടാണ്? സിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നോർമലി സിറ്റി ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മളത് കൊടുക്കും. ഈ എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആരാ കൊടുക്കുന്നത്? ഒരു ഷെയർ ഹോൾഡർ പറയാണ് എൻ്റെ നീ എടുത്തോ, അങ്ങനെയല്ല. ഷാൽ ബി ഗിവൻ ബൈ ദ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഷെയർ ഹോൾഡിംഗ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ആരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോസ്പെക്ടസിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ആനുവൽ റിട്ടേൺസിൽ അല്ലെ കമ്പനിയുടെ എന്താണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്ന കുറേ ആൾക്കാർ, അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 15% നോ എന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഇനി ഇവർക്ക് വേണ്ടി തിരിച്ചു വരാട്ടോ, ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഒരു ഉറപ്പായിട്ടും അവരെ നിലനിർത്തിയ കമ്പനിക്ക് എന്താണ് അവർ കോടതി കൊണ്ട് കേസ് കൊടുത്ത് അതൊന്നും ഇവിടെ നടക്കില്ല. കാരണം എന്താണ് കമ്പനി മിസ്യൂസ് ചെയ്യുന്നില്ലോ, എല്ലാവരും അറിയിച്ചിട്ട് എന്താണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. പിന്നെ അവിടെ സ്പെഷ്യൽ റെസൊല്യൂഷനാണ്, പാസ്സായില്ലെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തുച്ഛമായൊരു പൈസ കൊടുത്തിട്ട് നീ പൊക്കോ, വേണമെങ്കിൽ പൊക്കോ, അങ്ങനെ രീതിയിലല്ല. സെബി സ്പെസിഫൈ ചെയ്യുന്ന നിയമങ്ങളുണ്ട്. രജിസ്റ്റേർഡ് വാല്യൂ ചെയ്തിട്ട് മാന്യമായൊരു പൈസ എന്ന് പറയില്ലേ, മാന്യമായ ഒരു പൈസ കൊടുത്തിട്ട് എന്താണ് നമ്മളവരെ പറഞ്ഞു വിടും. നെക്സ്റ്റ് നാലാമത്തെ സെറ്റ് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ് ഇൻ കോൺട്രാവെൻഷൻ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ കമ്പനിക്കും എനി പേഴ്സൺ നോയിങ്ലി എന്നുണ്ടോ ഓഫീസർ ഡിഫോൾട്ട് നമ്മൾ പഠിച്ചതാണ്. സെയിം ആസ് ഈ പറഞ്ഞ പ്രോസ്പെക്ടസിൽ ആരുടെയൊക്കെ സാന്നിധ്യം വന്നിട്ടുണ്ടോ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി 50,000 മിനിമം 3 lakh വരെ എന്താണ് എക്സ്റ്റെൻഡ് ആകും. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് എന്തൊക്കെ കൊടുക്കണം എന്നുണ്ട്. വേർ ആൻ അഡ്വർടൈസ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ് ഓഫ് ദ കംപ്ലീറ്റ് പബ്ലിഷ് ഇൻ ഈ മാനർ ഇറ്റ് ഷാൽ നെസസറി ടു സ്പെസിഫൈ ദെയർ ഇൻ ദ കണ്ടന്റ്സ് ഓഫ് ഹിസ് മെമ്മോറണ്ടം ആസ് റിഗാർഡിംഗ് ദ ഫോളോവിംഗ്. എന്തൊക്കെ? ഒബ്ജക്ട്സ്, liability of the members, limited or limited by shares guarantee or something, amount of share capital authorized, everything, name of the signatories, subscribers to the memorandum. Next ഈ പറഞ്ഞ ആൾക്കാർ മേടിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓക്കെ, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, വളരെ കൃത്യമായിട്ട് എന്താണ് കമ്പനി പെയ്ഡപ്പ് എത്രയുണ്ട്, എത്ര മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ഡീറ്റെയിൽസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആർക്ക് കൊടുക്കണം? കൃത്യമായിട്ട് തന്നെ പ്രോസ്പെക്ടസിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി 3 ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്: ഷെൽഫ്, റെഡ് ഹെറിംഗ്, അബ്രിജ്ഡ്. ഷെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അബ്രിജ്ഡ് നോർമലി കമ്പനി ഇപ്പോഴും ഒരു ഫോളോ ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. കാരണം പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഡോക്യുമെൻ്റ് ആണ്. ഇതെല്ലാം വായിച്ചിട്ട് ആരാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? കറക്റ്റ് അല്ല. അതുകൊണ്ട് അബ്രിജ്ഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയത്തില്ലേ, അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? സെയിം കോൺസെപ്റ്റ് ആണ്, ഒരു സമ്മറൈസ്ഡ് ഫോമാണ്. അപ്പോൾ ഷെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷെൽഫ് എന്ന് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വർഷം എന്താണ് ഷെൽഫ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വർഷം കമ്പനി ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഇഷ്യൂ ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഫൈനാൻഷ്യൽ ഇയറോ കാലണ്ടർ ഇയറോ അല്ല, ഒന്ന് തുടങ്ങിയ തൊട്ട്
ഒരു വർഷം കണ്ടിന്യൂസ്, ഇത് മാസക്കണക്കിന് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏപ്രിൽ, ഓഗസ്റ്റിൽ, അതേപോലെ തന്നെ ഡിസംബർ, ഇങ്ങനെ 3 പ്രാവശ്യം ഇഷ്യൂ ചെയ്തു. ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന വളരെ റെയർ ടു റെയർ ആണ്. പക്ഷേ എന്നാലും ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇഷ്യൂ ചെയ്തു. നമുക്കറിയാം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്താൽ അത് FPO ആണെങ്കിൽ IPO ആണെങ്കിൽ FPO ആണെങ്കിൽ ഏത് തന്നെയാണെങ്കിലും പ്രോസ്പെക്ടസ് ഇസ് മാൻഡേറ്ററി. എല്ലാ പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ചുമ്മാ കമ്പനി ഓരോ 0 തെറ്റിപ്പോയാലും പെനാൾട്ടി വരുന്ന വഴി അറിയില്ല. അതുകൊണ്ട് എന്താണ്, കമ്പനിക്ക് നമ്മളൊരു ബേർഡൻ കൊടുക്കാതിരിക്കാൻ നമ്മുടെ ഒരു സിസ്റ്റം കൊടുന്നു. സെക്ഷൻ 31 കമ്പനി ഒരു പണി ചെയ്താൽ മതി, ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം ഒരു വർഷം ഫുൾ എന്താണ് അത് തന്നെ കൊടുത്തോ. അപ്പോൾ കമ്പനിക്ക് ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ ഒരു ചോദ്യം വരും, സാറേ ഇതന്നെ ഫൈനാൻസ് എന്താ മാറൂലേ? ഇപ്പോൾ ഏപ്രിൽ ഇഷ്യൂ ചെയ്തു പിന്നെ ഓഗസ്റ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫൈനാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സെയിം ആയിരിക്കുമോ? ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഏപ്രിൽ ടു ഓഗസ്റ്റ് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ചാർജസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ മാത്രം ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുത്താൽ പോരെ. അത് നമ്മൾ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയും. ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം. ഓക്കെ, ഈ ഡോക്യുമെന്റിൽ എന്താണ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമായില്ലേ. അപ്പോൾ ഒരു സർട്ടൻ പീരീഡ് എന്നാണ്, ദാറ്റ് സർട്ടൻ പീരീഡ് ഈസ് കോൾഡ് ആസ് 1 year ആണ്. ഓക്കെ, നെക്സ്റ്റ് റെഡ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റമിലൊക്കെ, അത് പബ്ലിക് എന്താണ് പ്രൈസ് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കമ്പനിയുടെ ഓപ്പറേഷൻ ആൻഡ് ഫൈനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി കമ്പനി എന്താണ് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഷെയറിൻ്റെ പൈസ, എത്രയാൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ്, ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഉണ്ടാകില്ല. കമ്പനിയുടെ ഫൈനാൻസിനെ കുറിച്ച് മാത്രം അറിയേണ്ട ആൾക്കാർക്ക് അത് ഇഷ്യൂ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ക്വാണ്ടം ഓഫ് ദ പ്രൈസ് ഓഫ് ദ ഇഷ്യൂ. അതായത് എത്ര സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു, എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു, ടോട്ടൽ എത്രയാണ് IPOയുടെ സൈസ് അല്ലെങ്കിൽ FPOയുടെ സൈസ് എന്ന് പറയുന്നത്, അതൊന്നും ഇവിടെ ഉണ്ടാകില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അബ്രിജ്ഡ് ആണ്. ഇറ്റ് ഈസ് എ സമ്മറൈസ്ഡ് ഫോം ആണ്. ഇതിനകത്ത് എന്തൊക്കെ സാലിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് വരണം എന്ന് നമ്മുടെ സെബി തീരുമാനിക്കും. അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. ഇറ്റ് ഈസ് എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ല, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. സെബി സ്പെസിഫൈ ചെയ്യുന്ന, ഇപ്പം നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു കമ്പനിയെ കുറിച്ച് വായിക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കുന്ന പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഇത് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെയും ആ ഇൻഫോർമേഷൻ മെമ്മോറണ്ടത്തിൻ്റെ ഒക്കെ ഒരു സമ്മറൈസ്ഡ് ഫോർമാറ്റ് തന്നെയായിരിക്കും അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അല്ലാതെ പുതിയൊരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഒന്നും തന്നെ ആയിരിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഒരു ജനറൽ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്യൂരിറ്റീസ് ടു ബി ഡെൽറ്റ് വിത്ത് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇത് IPO FPO ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാന്ന് കേട്ടോ. ലിസ്റ്റ് ചെയ്യാതെ IPO മാത്രം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ സ്വിഗ്ഗി എന്താണ് IPO ചെയ്തു. IPO ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒന്നെങ്കിൽ അത് BSEയിലോ അല്ലെങ്കിൽ എന്താണ് NSEയിലോ, ഇനി 2 സ്ഥലത്തോ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ മേടിച്ചിരിക്കണം. ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ എന്ന് പറയുമ്പോൾ IPO കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വരുവാണേ എന്നല്ല, ഞങ്ങൾ IPO ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സെക്യൂരിറ്റീസും ലിസ്റ്റ് ചെയ്യാൻ പെർമിഷൻ തരണമെന്ന് IPO ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്താണ് ഇവർ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ മേടിക്കും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. LODR നമ്മൾ എന്താണ് ICDR അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് IPO ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ഫൈലിംഗ് ആൻഡ് അപ്ലിക്കേഷൻ വിത്ത് റെക്കോഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ആ റെക്കോഗ്നൈസ്ഡ് ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ 2 ഉള്ളൂ. ഒന്ന് BSE ലിമിറ്റഡും പിന്നെ ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന 2 എക്സ്ചേഞ്ചസ് മാത്രമേ റെക്കോഗ്നൈസ്ഡ് ഉള്ളൂ. പ്രോസ്പെക്ടസ് ടു ബി നെയിം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് നിങ്ങൾ എവിടെയാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് 2 സ്ഥലത്തുണ്ടെങ്കിൽ 2 സ്ഥലത്ത് കൊടുക്കുക. അത് BSE NSE മാറി സെലക്ട് ചെയ്യുന്നതിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാകില്ല. ഓക്കെ, ആൻഡ് മെയിൻറ്റെയിനിങ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അതായത് കമ്പനി ഇവിടെ റിസീവ് ചെയ്ത പൈസ, അതായത് ഇപ്പോൾ IPOയിലൂടെ ഫോർ എക്സാമ്പിൾ ഒരു 1000 കോടി രൂപ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 പർപ്പസേ ഉള്ളൂ. ഒന്ന്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്. അതായത് നിങ്ങൾ പൈസ എടുത്തിട്ട് നിങ്ങൾ എന്താണോ ഒബ്ജക്റ്റ് അതിന് യൂസ് ചെയ്യാന്നുണ്ടോ. ഫോർ അഡ്ജസ്റ്റ്മെന്റ് അഗെയിൻസ്റ്റ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് വേർ ദ സെക്യൂരിറ്റീസ് ഹാവ് ബീൻ പെർമിറ്റഡ് ടു ഡെൽ വിത്ത് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഈ റിസീവ് ചെയ്ത പൈസ, ഓൾ മണീസ് റിസീവ് ഷാൽ ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ ഇത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഇഷ്യൂവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രീതിയിലുള്ള ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ നമ്മൾ പറയും. അപ്പോൾ ഇവരെന്താണ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തോളും. അവർ കമ്മീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈസ എന്ന് പറയുമ്പോൾ എന്താണ്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തെന്ന് നിങ്ങൾ പൈസ എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 പേർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു 10 ലക്ഷം രൂപ.
ആ 10 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞ ഇഷ്യൂ സക്സീഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. കമ്പനി എന്ത് ചെയ്യണം? തങ്ങൾ കിട്ടിയ പൈസ റീപേയ്മെന്റ് ചെയ്യണം. ചില സമയത്ത് വിത്ത് ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് ചെയ്യേണ്ടി വരും. എന്നാലും കിട്ടിയ പൈസ എന്താണ്? അതേപോലെ കൊടുക്കണം. ഓക്കെ, വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ഉണ്ട്. നമുക്കത് മുന്നോട്ട് നോക്കാൻ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഒന്ന് പറഞ്ഞതാണ്, എവറി കമ്പനി മേക്കിംഗ് ഓഫർ ഷാൽ ബിഫോർ മേക്കിംഗ് ഓഫർ അപ്ലിക്കേഷൻ ടു വൺ ഓർ മോർ രണ്ട് സ്ഥലത്തും പോകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാം, ഒബ്റ്റൈൻ ദ പെർമിഷൻ, അതിന്റെ പേരാണ് നമ്മൾ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ എന്ന് പറഞ്ഞത്. ഓക്കെ, കണ്ടീഷൻ പെർപെക്റ്റിംഗ് ടു വേവ് ദ കംപ്ലൈന്റ് ഷാൽ വോയിഡ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഇതെല്ലാം കണ്ടീഷൻസ് ആണ് കമ്പനി ഫോളോ ചെയ്യുന്നത്. അത് ഏതെങ്കിലും കണ്ടീഷൻസ് വേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈൻസിനെ വേവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉപേക്ഷിക്കുന്ന, എടുത്തു കളയുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് എന്താണ്? വാലിഡ് അല്ല. എനി കണ്ടീഷൻ പെർപെക്റ്റിംഗ് ടു റിക്വയർ ഓർ ബൈൻഡ് എനി അപ്ലിക്കന്റ് ഫോർ സെക്യൂരിറ്റീസ് ടു വേവ് കംപ്ലൈൻസ് വിത്ത് എനി റിക്വയർമെന്റ്സ് ഓഫ് ദിസ് സെക്ഷൻ ഷാൽ ബി വോയിഡ്. മിനിമം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ഒരു രീതിയിലും എന്താണ് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഏതെങ്കിലും രീതിയിൽ കംപ്ലയൻസിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ളതൊന്നും വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. കാരണം എവരിവൺ ഹാസ് ടു ഫോളോ ദ സെയിം ലോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, പെനാൽറ്റി ഉണ്ട്. ഒരു പക്ഷേ കമ്പനി അങ്ങനെ ചെയ്തിട്ടില്ലേ, മിനിമം 5 lakh, മാക്സിമം 50 lakh ഉണ്ട്. ഡിഫോൾട്ടിംഗ് ഓഫീസർ 50,000 to 3 lakh എന്നൊരു കോൺസെപ്റ്റ്. എവറി ഡിഫോൾട്ടിംഗ് ഓഫീസറിന് ഡിഫോൾട്ട്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് കമ്മീഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പേയ്മെന്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻട്രോ മാത്രമാണ്. പേയ്മെന്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിനായിട്ട് അണ്ടർ റൈറ്റേഴ്സിനാണ് ഈ ഒരു കമ്മീഷൻ കൊടുക്കുന്നത്. ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓത്തറൈസ് ചെയ്തിരിക്കണം. സാറേ അങ്ങനെ ഒരു പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഡയലോഗ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഫോളോ ചെയ്യുന്ന സെയിം ആണ്. DVRന്റെ കാര്യത്തിലും ബോണസിന്റെ എല്ലാം സെയിം ആണ്. സ്വെട്ടിക്കോന്റെ കാര്യത്തിലെല്ലാം എന്താണ് സെയിം ആണ് ഫോളോ ചെയ്യുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ആൾട്ടർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സോഴ്സസ് എവിടുന്ന് കൊടുക്കുന്നത്? കമ്മീഷൻ ടു ബി പെയ്ഡ് ഔട്ട് ഓഫ്, ഒന്നെങ്കിൽ ഈ ഇഷ്യൂ ചെയ്തെന്ന് വന്ന പൈസ, അല്ലെങ്കിൽ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. നമ്മൾ അതിൻ്റെ കൊടുക്കും സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, വളരെ കൃത്യമാണ്, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് ഡിസ്ക്ലോഷർ ഓഫ് പെർട്ടിക്കുലേഴ്സ്. ദ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ദ ഫോളോവിങ്. ആരാണ് അണ്ടർ റൈറ്റേഴ്സ്? നമുക്കറിയാം അണ്ടർ റൈറ്റേഴ്സ് ആരാണ്, നമുക്ക് നല്ലപോലെ അറിയാം. എത്രയാണ് കമ്മീഷൻ കൊടുക്കുന്നത്? കാരണം ഇത് ഇവരുടെ പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ എന്നാണ് പോകുന്നത്, ഇവരുടെ പൈസ എന്നാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എത്രമാത്രം അണ്ടർ റൈറ്റ് ചെയ്യാൻ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. The number of securities which is to be underwritten or subscribed by the underwriter absolutely or conditionally. Absolutely ഇനി ഏതെങ്കിലും കണ്ടീഷൻ റിക്വയർമെന്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണ്? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. നെക്സ്റ്റ് when no commission is to be paid. അതായത് they shall not be paid commission to any underwriter on securities which are not offered to the public. അതായത് നമ്മൾ അണ്ടർറൈറ്ററിന് കമ്മീഷൻ കൊടുക്കുന്നത് എന്താണ്? പബ്ലിക്കിന് ഓഫർ ചെയ്ത സെക്യൂരിറ്റീസിന് മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 crore rupees ആണെങ്കിൽ 90 crore ആണ്. അതായത് 100 crore ആണെങ്കിൽ അതിനെ 90 crore മാത്രമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 95 crore rupees സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ എത്ര അണ്ടർ റൈറ്റ് ചെയ്തത് മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആണ് അണ്ടർ റൈറ്റ് ചെയ്തെങ്കിൽ 5 crore മാത്രം. ഇനി 10 crore ആണെങ്കിൽ 10 crore മാത്രം, അല്ലെങ്കിൽ 50 crore ആണെങ്കിൽ 50 crore മാത്രം. അതിന് മാത്രമേ കമ്മീഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന വിച്ച് ആർ എന്താണ്? there shall not be paid commission to any underwriter on which are not offered to the public for subscriptions. അതായത് അൺഇഷ്യൂഡ് ഷെയർസിൽ നിന്നല്ല അവർക്ക് എന്താണ് ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തതെന്നല്ല, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്ത സെക്യൂരിറ്റീസ് എന്താണ് അണ്ടർ റൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് കമ്മീഷൻ ടു ബി ഡെലിവർ ടു ദ രജിസ്ട്രി. ഈ പറഞ്ഞ കമ്മീഷൻ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താണ് നമ്മൾ രജിസ്ട്രാറിന് കൊടുത്തിരിക്കണം. പ്രോസ്പെക്ടസ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതേ ഡീറ്റെയിൽസ് ആർക്ക് കൊടുക്കുന്നത്? നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. റേറ്റ് നോക്കാം. ഈ റേറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വരാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഷെയർസ് ആണെങ്കിൽ shall not exceed 5%. ഇനി the price of issued a rate authorized by the articles whichever is less. ഇനി ആർട്ടിക്കിൾസ് 4% എന്ന് പറയുകയാണെങ്കിൽ you have to follow 4%. ഇനി ആർട്ടിക്കിൾസ് 6% എന്ന് പറയുകയാണെങ്കിൽ you have to give 5%. മാക്സിമം എത്രയാണ്? 5%. ഇതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ഡിബെഞ്ചർ ഡെറ്റ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 2.5% of the price at which the debentures are issued. Issue price. ഓക്കെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഇപ്പോൾ 3% പറയുന്നുണ്ടെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 2.5%. ഇനി ആർട്ടിക്കിൾസ് 2% കൊടുക്കുന്നെങ്കിലോ 2%. ഓക്കെ, വിച്ചെവർ ഈസ് ലെസ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു എന്താ പറയുക MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അലോട്ട്മെന്റ് ചെയ്യുന്ന രീതിയെ കുറിച്ച് എന്താ? മിനിമം എമൗണ്ട് സബ്സ്ക്രൈബഡ് എത്രയാണ്? 90%. ഇതാണ് 90% നമ്മൾ പറയുന്നത്. അപ്ലിക്കേഷൻ മണി ഹാസ് ബീൻ റിസീവ്ഡ്. എത്രയാണ് അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്? ടോട്ടൽ പ്രൈസിൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ 5% എങ്കിൽ, ഇപ്പോൾ 100 രൂപയാണെങ്കിൽ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്
5 രൂപയെങ്കിലും എന്താണ് കമ്പനി റിസീവ് ചെയ്തിട്ടും അത് 100 rupees എന്താണ് കമ്പനിക്ക് പറയാം, 5 rupees കമ്പനി നോർമൽ എന്താണ് 5 rupees അല്ലെങ്കിൽ 20 rupees ഒക്കെ എന്താണ് കമ്പനി പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സെബി സ്പെസിഫൈ ചെയ്തൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പറയാം. നെക്സ്റ്റ് മിനിമം എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്, അതായത് ഇൻ 90% തരാമെന്ന് പറഞ്ഞ എമൗണ്ടോ ആൻഡ് അപ്ലിക്കേഷൻ മണിയായി നമ്മുടെ എക്സാമ്പിൾ 20 രൂപ അങ്ങനെ പറഞ്ഞ് എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർ 30 ദിവസത്തിനകം, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത 30 ദിവസം അല്ലെങ്കിൽ സെബി സ്പെസിഫൈ ചെയ്തത്. നോർമലി സെബി അങ്ങനെ എന്താണ് എക്സാമ്പിൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യാറില്ല. അപ്പോൾ ഈ ഡേറ്റ് എടുക്കുക. വിത്തിൻ 30 days എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ എന്താണ് മിനിമം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇഷ്യൂ കംപ്ലീറ്റ് ആയ ക്ലോജർ ഓഫ് ദ ഇഷ്യൂ 15 ദിവസത്തിനകം റിട്ടേൺ ചെയ്യണം. ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്? നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, 2 പർപ്പസിനോട് യൂസ് ചെയ്യാമെന്ന്. അതിൻ്റെ അകത്ത് ഒരു പർപ്പസാണ്, രണ്ടാമത്തത് റീഫണ്ട് ചെയ്യുന്നു. അതിൻ്റെ അത് നേരെ കൊടുക്കുക. അതിന് നമ്മൾ ASBA പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. അത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരുമൊന്നുമില്ല. ഇഷ്യൂ സക്സസ് ആയാൽ മാത്രമേ കമ്പനിക്ക് എമൗണ്ട് റിലീസ് ആവുകയുള്ളൂ. ഓക്കെ, ഒരു പക്ഷേ കമ്പനി എന്താണ് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. വേറെ കമ്പനി മേക്സ് അലോട്ട്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ്, കമ്പനി ഇറ്റ്സെൽഫ് ഫൈൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്. PS3 എന്താണ് കമ്പനി രജിസ്റ്റർ ആൻഡ് ഇഷ്യൂ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ആർക്ക് കൊടുത്തു, എത്ര കൊടുത്തു, അലോട്ടീസിൻ്റെ നെയിം, ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്യുന്നു. ഡിഫോൾട്ട് പറഞ്ഞിട്ടുണ്ട് 1000 rupees per day, 1 lakh rupees എന്ന രീതിയിലൊക്കെ. യെസ്, അതിനുശേഷം ലയബിലിറ്റി ഫോർ ദ മിസ് സ്റ്റേറ്റ്മെൻറ്റ്, സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഇനി അതേപോലെ നമ്മൾ എന്താണ് ഫ്രോഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്രോഡിനെ കുറിച്ചും. ഓക്കെ, ഫ്രോഡിനെ കുറിച്ചും പഠിക്കുമ്പോഴാണ് നമ്മുടെ ആ പറഞ്ഞ ലയബിലിറ്റി എന്താണ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുക. ലയബിലിറ്റി ഇൻ കേസ് ഓഫ് മിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ എന്താണ് എക്സ്ക്യൂസസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. നെഗ്ലിജൻസിന് ഒരു രീതിയിൽ എക്സ്ക്യൂസസ് ഉണ്ടാകില്ല. സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ ലോസ് അല്ലെങ്കിൽ ചെറിയ ഡാമേജ് ആണ് എസെൻഷ്യൽ കണ്ടീഷൻ. സിവിൽ ലയബിലിറ്റി ആയതുകൊണ്ട് 1908 വരും. ഇവിടെ എന്താണ് നിങ്ങൾ ആർക്ക് അഗെയിൻസ്റ്റ് തെറ്റ് ചെയ്തോ, സിവിൽ ലയബിലിറ്റി എപ്പോഴും നമുക്കറിയാം നമ്മൾ ആർക്ക് അഗെയിൻസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ചെയ്താൽ ദാറ്റ് ഈസ് സിവിലാണ്, ചെറിയ നഷ്ടങ്ങളും കാരണം നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾ ഒരു ക്രിമിനൽ, ഇപ്പം ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ കൊന്നത് നിങ്ങളെയാണെങ്കിലും ഐ എം ഡൂയിങ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി എന്ന് നമ്മൾ പറയും. അവിടെ ക്രിമിനൽ ലയബിലിറ്റിയാണ്. അവിടെ മെൻസ്രിയ, അതായത് ഗിൽറ്റി മൈൻഡ്, ഡിഫോൾട്ടീവ് മൈൻഡ് അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യാനുള്ളൊരു ഇതെന്താണ്. ഇപ്പോൾ ഒരാളെ കൊലപാതകം ചെയ്തു, എന്താണ് മെൻസ്രിയ എന്ന് പറയുന്നത്? പകയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ദുരഭിമാന കൊല നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് മെൻസ്രിയ, ദ റീസൺ ബിഹൈൻഡ് ദ ക്രൈം. ഓക്കെ, ഇസ് എൻ എസെൻഷ്യൽ കണ്ടീഷൻസ്. അതുകൊണ്ട് CRPC ആണ്, ഇപ്പം അത് മാറിയിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഒഫെൻസസ് ഈസ് റിഗാർഡ് ആസ് കമ്മിറ്റഡ്. ഓക്കെ, തെറ്റ് ചെയ്തു എന്നർത്ഥം, ഓർത്ത് വെക്കുക. അതിനനുസരിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡുലൻ്റ്ലി ഇൻഡ്യൂസിങ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് മണി. ഇത് നമ്മൾ എന്താണ് പല രീതിയിലുള്ള യൂട്യൂബ് ചാനൽസൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ അവിടെ നിക്ഷേപിക്കുക, ഇവിടെ നിക്ഷേപിക്കുക, അവസാനം ഒരു ഡിസ്ക്ലെയിമറും. ഇത് വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള ഇപ്പം നമുക്കറിയാം ഒരുപാട് ഇതിലുള്ള സൈബർ തട്ടിപ്പുകളും എന്താണ് നിക്ഷേപ തട്ടിപ്പ് എന്നൊക്കെ നമ്മൾ പറയാവുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാളെ മനഃപൂർവ്വം ചതിച്ച്, ഫ്രോഡ്ലൻ്റ്ലി ചതിച്ച്, അല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ മക്കളെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അല്ല, ഫ്രോഡുലൻ്റ്ലി ഞാൻ ഒരാളെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് പറയുന്നത് എനി പേഴ്സൺ ഈസ് നോയിങ്ലി ഓർ റെക്ലെസ്ലി കെയർലെസ്ലി എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, ഒരു പ്രോമിസ് പറയാണ്, അതെ ഇത്ര കൂടാൻ സാധ്യതയുണ്ട്, ഈ കമ്പനി ഭയങ്കര സെറ്റപ്പാണ്, നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്തോ. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെറ്റാന്ന് നല്ലപോലെ അറിയാം. അത് നിങ്ങൾ എന്താണ് ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല, വിച്ച് ഈസ് ഫോൾസ്. അല്ലെങ്കിൽ ചതിക്കുന്ന രീതിയിലാണെങ്കിൽ, മിസ്ലീഡിങ് ആണെങ്കിൽ, മനഃപൂർവ്വം എന്താണ് ഡെലിബറേറ്റ്ലി കൺസീൽസ് എനി മെറ്റീരിയൽ ഫാക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം എന്താണ്, നിങ്ങൾ മറച്ച് വെച്ചിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ആൻഡ് നമ്പർ 2, ഇൻഡ്യൂസ് അനദർ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ഓഫർ ടു എനി എഗ്രിമെൻറ്റ് for with a view to acquiring, disposing, subscribing, underwriting securities. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സെക്യൂരിറ്റീസ് മേടിക്കണം, അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്സിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി ആയിരിക്കാം. നെക്സ്റ്റ്, ഫോർ ദ പർപ്പസ് ഓഫ് പ്രിറ്റൻഡഡ് പർപ്പസ് ഇറ്റ് സെക്യൂർ ദ പ്രോഫിറ്റ് ഓഫ് എനി പാർട്ടീസ്. അതിൽ നിന്നൊരു ലാഭം അടിച്ചു മാറ്റാൻ വേണ്ടി ആയിരിക്കാം. നെക്സ്റ്റ്, സെക്യൂരിറ്റീസിലെ ഫ്ലക്ച്വേഷൻസിലൂടെ. ഓക്കെ, എനി എഗ്രിമെൻറ്റ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫ്രം എ ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ലോൺ എടുക്കുന്ന സമയത്തൊക്കെ എന്താണ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്താണ് സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 447 എന്താണ് നമുക്ക് ലയബിലിറ്റി വരും. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് 447 നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇതൊരു എമൗണ്ട് മാത്രമാണ്. ക്വാണ്ടം ഫ്രോഡ് ഇൻവോൾവിംഗ് ലെസ് ദാൻ 10 lakh or 1% ഓഫ് ദ ടേൺ ഓവർ ഓഫ് ദ കമ്പനി ആണെങ്കിൽ, അതിൻ്റെ അകത്ത് പൊതു താല്പര്യമില്ല, ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമുള്ളെങ്കിൽ
പൊതു താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ്, വലിയൊരു സമൂഹത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ് ടു 50 lakh അല്ലെങ്കിൽ 5 up to 5 years അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരാം. ഇനി 10 ലക്ഷം 1% ടേൺ ഓവർ വിച്ച് ഈസ് ലോവർ ആണെങ്കിൽ, മറ്റേത് അതിനേക്കാൾ താഴെയാണ്, ഇത് 10% എന്ന രീതിയിൽ. മിനിമം ഫൈൻ ഫ്രോഡിൻ്റെ എമൗണ്ട് മാക്സിമം എത്രയാണ്, നിങ്ങൾ ഫ്രോഡിൻ്റെ എമൗണ്ടിലൂടെ തട്ടിയെടുത്ത, ഇപ്പോൾ 10 കോടി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ 30 കോടി രൂപ വരെ. ഓക്കെ, പിന്നെ 30 കോടി രൂപ വരെ ഓക്കെ പെനാൽറ്റി വരാം. ഇവിടെയും സെയിം ആണ്, എന്താണ് മിനിമം 6 months ഉണ്ട്, പക്ഷെ ഇവിടെ മിനിമം 1 day വരെ ആകാം. ഓക്കെ, മാക്സിമം 10 years ആണ്. ഇവിടെയും സെയിം ആണ്, പക്ഷേ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പബ്ലിക് ലാർജ് നമ്പർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ അശ്വത് മേത്ത സ്കാം, അങ്ങനത്തെ വലിയ സ്കാമിലൊക്കെ 1-2 ആൾക്കാരുമല്ല, വലിയൊരു ജനക്കൂട്ടമാണ് വഞ്ചിക്കപ്പെട്ടത്. അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് മിനിമം 3 years, മാക്സിമം 10 വർഷം വരെ എന്താണ് ജയിൽ ശിക്ഷ കിട്ടും. ഇത് സെയിം ആണ്, മിനിമം ആൻഡ് 3 times എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ പറഞ്ഞ ഫ്രോഡിൻ്റെ എമൗണ്ട്, അതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരിക്കും, നിങ്ങളത് ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കാം. ഒന്ന് എന്താണ്, ഇറ്റ് ഈസ് an act, ഒരു പ്രവൃത്തിയാകാം, അല്ലെങ്കിൽ എന്താണ് omission, it means an act which has to be done but you are not doing the same. And നിങ്ങൾ മനഃപൂർവ്വം എന്താണ് ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് you are misusing, abusing the position, അങ്ങനെയുണ്ടെങ്കിൽ committed the fraud intent in relation to the affairs of the company or any body corporate includes first one. Next one, if any committed by any person or any other person with a connivance, support or consent, any manner with the intent to deceive. ഇവിടെ എന്താണ് intention എപ്പോഴും എന്തായിരിക്കണം, ചതിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ undue advantages ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, or കമ്പനിയുടെ എന്താണ് to the interest of company or its shareholders or creditors, ചതിക്കാൻ വേണ്ടിയോ ഡിഫോൾട്ട് ചെയ്താൻ വേണ്ടിയോ, നിങ്ങൾക്ക് എന്താണ് നോട്ട് എനി റോങ്ഫുൾ ഗെയിൻ ഓർ റോങ്ഫുൾ ലോസ് അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ, അവിടെ എന്താണ് the gain by unlawful means or the property which the person gaining is not legally entitled. ഇതെല്ലാം എന്തിൻ്റെ ഡെഫിനേഷനാണ്, ഫ്രോഡിൻ്റെ ആണ്. നിങ്ങൾക്ക് അർഹതയില്ലാത്തൊരു പൈസ നിങ്ങൾ തെറ്റായ ഒരു രീതിയിലൂടെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലീഗലായിട്ട് കിട്ടേണ്ട പൈസ കോടതി വഴി പോയിട്ട് കോടതിയിൽ കേസ് വെച്ച് ജയിച്ചതിനെ കുറിച്ചല്ല, ഇല്ലീഗൽ രീതിയിലൂടെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കോമൺ കാര്യമാണ് ഡെഫിനേഷൻ ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇനി റോങ്ഫുൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, the loss by unlawful means of the property which the person is legally entitled. Okay, the loss unlawful means of property to which the person is losing is legally entitled, but it is a wrongful means, unlawful means ലൂടെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം ഇതാണ്. ഇനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, കേരളത്തിലെ എന്താണ് കണ്ണൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ ഇന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഞാൻ വിസിറ്റ് ചെയ്തിട്ട് പറയുവാണ്, എൻ്റെ കമ്പനിയിൽ എന്താണ്, ഇതൊരു പബ്ലിക് കമ്പനിയും പറയും പ്രൈവറ്റ് കമ്പനിയും പറയും അല്ലേ, എന്നിട്ട് പറയുകയാണ് എൻ്റെ കമ്പനിക്ക് ഇത്ര നിക്ഷേപം ആവശ്യമുണ്ട്, നിങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഓഫർ കം അപ്ലിക്കേഷൻ, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, എന്താണ് ഓഫർ കം അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൈസ തരിക, സൈൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ തരാവുന്നതാണ്. അവിടെയും ഓഫറാണ്, അത് തന്നെയാണ് അപ്ലിക്കേഷനും. So what is the meaning of private placement? A private placement is raising capital that involves sale of securities. That is the type of securities ആയിക്കോട്ടെ, sale of securities to a relatively select investors. Select investors എന്ന് പറയുന്നത് employee stock option എന്നാണ് സെലക്ട് നമ്മൾ പറയാറുണ്ട്. It is not different from a public issue that are made to a large number of public. അതൊരു ഓപ്പൺ മാർക്കറ്റ് ആണ്. ഇവിടെയല്ല, ഇറ്റ് ഈസ് വെരി എന്താണ് ഒരു സെലക്റ്റഡ് പബ്ലിക്കിൽ ആൾക്കാർ തന്നെയാണ്, പക്ഷെ അത് പോകുന്ന രീതിയിലാണ്. ഓക്കെ, കേട്ടോ. Any offer, invitation to subscribe, issue of securities, അത് ഷെയർസ് മാത്രമല്ല പ്രിഫറൻസ് ഡെറ്റ് സെക്യൂരിറ്റീസ് ഏത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ സെലക്റ്റഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പോൾ സാറേ പബ്ലിക്കും സെലക്റ്റഡ് ഗ്രൂപ്പ് അല്ലേ? അല്ല, നിങ്ങളിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ മാത്രം ഇടുന്നതും ദാറ്റ് ഈസ് കോൾഡ് എസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നിങ്ങളുടെ ഒരു സെലക്ട് ഗ്രൂപ്പ് ഉണ്ട്, പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, ആർക്കും കാണാം, പബ്ലിക് അക്കൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ ദാറ്റ് ഈസ് കോൾഡ് എസ് പബ്ലിക് ഇഷ്യൂ. അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ ആം സെയിങ് ദ പ്രോസസ്. ഓക്കെ, ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അതൊരു ഓഫർ കം അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ടു ഹൂം ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി മെയ്ഡ്. ആർക്കാണ് നമ്മൾ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റും കാര്യങ്ങളും ഇഷ്യൂ ചെയ്തത്? ടു ഹൂം ക്യാൻ ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബി മെയ്ഡ്? ഓൺലി ടു ദ സെലക്റ്റഡ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ ബോർഡ് പറയും ആരാണ് ഐഡന്റിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്നത്, അവർക്ക് എന്താണ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. മാക്സിമം ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മാക്സിമം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാക്സിമം 200 പേർക്ക് എന്ന് വെച്ചത് പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റേഷൻ ബേസ്ഡ് അല്ല, എല്ലാ എന്താണ് മാക്സിമം ഒറ്റയടിക്ക് 50 ഒക്കെ പറ്റത്തുള്ളൂ. മാക്സിമം ഒരു വർഷം എന്താണ്
200 ആൾക്കാർക്ക് മാത്രമേ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനി എന്തായാലും മാക്സിമം 200 എന്താണ് ലിമിറ്റേഷൻ വരും. നമ്മൾ നേരത്തെ പ്രൈവറ്റ് കമ്പനി പഠിച്ച പോലെ 200 ആരൊക്കെ പെടില്ല. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, അതായത് QIBs എന്ന കാറ്റഗറീസ് ഉണ്ട്. അത്യാവശ്യം വലിയ ഇൻവെസ്റ്റേഴ്സ് ആണ്. മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ കുറേ കാറ്റഗറിയൊക്കെ വരാറുണ്ട് QIBs എന്ന് പറയുന്നത്. ജസ്റ്റ് ഐം സീയിങ് എക്സാമ്പിൾ. ഓക്കെ, ഡെഫിനേഷൻ വേറെയാണ്. എംപ്ലോയീസ് ഓഫ് ദ കമ്പനി അണ്ടർ ദ സ്കീം ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇത് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലേ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, അത് എംപ്ലോയീസ് എന്ന സെലക്ടഡ് ഗ്രൂപ്പാണ്. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. ഇവരൊക്കെ എന്താണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ആൾക്കാർ എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഞാൻ മേടിക്കാം. ഐഡന്റിഫൈഡ് പേഴ്സൺ മേ സബ്സ്ക്രൈബ്, മേടിക്കാം. ടു ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഷാൽ അപ്ലൈ ടു ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. സാധാരണ IPO മേടിക്കുന്ന പോലെ തന്നെയാണ്. എലോങ് വിത്ത് സബ്സ്ക്രിപ്ഷൻ മണി നമ്മൾ മേടിക്കണം. ഒന്നെങ്കിൽ ചെക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ അതർ ബാങ്കിങ് ചാനലിലൂടെ എന്താണ്. പക്ഷേ ക്യാഷിലൂടെ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്. 10 രൂപ കൊടുത്തിട്ട് ഒരു ഷെയർ കൊടുക്കുന്ന രീതിയിലല്ല. എപ്പോഴും റെക്കോർഡിക്കലി മാത്രമേ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കമ്പനി ഷാൽ നോട്ട് യൂട്ടിലൈസ് മണി റേസ് ടു ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അൺലെസ് അലോട്ട്മെന്റ് ഈസ് മെയ്ഡ് ആൻഡ് ദ റിട്ടൺ അലോട്ട്മെന്റ് ഈസ് ഫൈൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കമ്പനി എന്ത് ചെയ്തിരിക്കണം? അലോട്ട്മെന്റ് ചെയ്തിരിക്കണം. അവരുടെ പേരിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കണം. കമ്പനി റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് PS3 എന്താണ് കമ്പനി ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ആണ് ഫയൽ ചെയ്യേണ്ടത്. അത് നോട്ട് ചെയ്ത് വെക്കുക. വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് രജിസ്ട്രാറിന് ഫയൽ ചെയ്തിരിക്കണം. കമ്പനി ഷാൽ ഇഷ്യൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ കം അപ്ലിക്കേഷൻ ഓൺലി ആഫ്റ്റർ ദ റിലവന്റ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓർ ബോർഡ് റെസൊല്യൂഷൻ ഹാസ് ബീൻ ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ. ഓക്കെ, നെക്സ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പബ്ലിക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടാലോ ഓൺലി ഫോർ ദ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് നിങ്ങൾ മാത്രമേ കാണാവുള്ളൂ. അതൊരിക്കലും പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ല. ദാറ്റ് ഈസ് ഡീം ടു ബി പബ്ലിക് ഓഫർ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ സാറേ വളരെ എളുപ്പമല്ലേ, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നിയമങ്ങളൊന്നും ഫോളോ ചെയ്യാതെ ഇഷ്യൂ ചെയ്താൽ പബ്ലിക് ഓഫർ ആകുമല്ലോ. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ചെയ്യാലോ. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഒരു പക്ഷേ ഒരു പബ്ലിക് കമ്പനിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് അത് പബ്ലിക് ഓഫറായിട്ട് കൺസിഡർ ചെയ്തിട്ട് പ്രോസ്പെക്ടസിൻ്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും വരും. ഇങ്ങനെ ചെയ്തു കംപ്ലൈൻസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ വേറെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഇതതിൻ്റെ ഡീംഡ് പ്രൊവിഷൻ മാത്രം പറയുന്നതാണ്. അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് പറയില്ലേ, അതേ കോൺസെപ്റ്റാണ്. ഇനി അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എപ്പോൾ നമ്മൾ ചെയ്യണം? വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി കിട്ടിയ 60 ദിവസത്തിനുള്ളിൽ. കമ്പനി ഒരു പക്ഷേ 60 ദിവസത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ? കേട്ടോ, വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി കമ്പനി എന്ത് ചെയ്തിരിക്കണം? അലോട്ട് ചെയ്തിരിക്കണം. ഒരു പക്ഷേ 60 ദിവസത്തിന് അലോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 60 days എക്സ്പയറി ആകുന്ന അന്ന് തൊട്ട് 15 ദിവസത്തിനുള്ളിൽ കമ്പനി റീപേയ്മെന്റ് ചെയ്യണം. നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതേ രീതിയിലാണ്. നിങ്ങൾ റീപേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ 16ാം ദിവസം തൊട്ട് 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇഫ് ദ കമ്പനി ഡസ് നോട്ട് റീപേ വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് ദെൻ ദ കമ്പനി ഹാസ് ടു പേ 12% പറഞ്ഞെന്താണ് ഇൻട്രസ്റ്റ് കമ്പനി കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. The next chapter, chapter number 8, declaration and payment of dividend. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനുശേഷം ഡിക്ലെയർ ചെയ്തത് പേയ്മെന്റ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈക്വിറ്റി ഷെയർസ് ആണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് എന്താണ് നമ്മൾ ഷെയർസിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഷെയർസിൽ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്. ആ പ്രിഫറൻസ് ഷെയർസിലും 2 രീതിയുണ്ട്. ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ഇയറിന്റെ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ കൊടുക്കുമ്പോൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ അരിയേഴ്സ് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇത് ക്യുമുലേറ്റീവ് ആണോ നോൺ ക്യുമുലേറ്റീവ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഡീംഡ് പ്രൊവിഷൻ അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് വളരെ കൃത്യമായിട്ട് ക്യുമുലേറ്റീവ് ആണോ നോൺ ക്യുമുലേറ്റീവ് ആണോ എന്ന് പറയണം. പക്ഷെ മെയിൻലി ക്യുമുലേറ്റീവ് ആയിരിക്കും. അതാണ് ഡിവിഡൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിൻ്റെ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈക്വിറ്റി ഷെയർസിനെ കുറിച്ചാണ്. ഈക്വിറ്റി ഷെയർസിൽ ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് മാൻഡേറ്ററി ഒന്നും തന്നെയല്ല. ഡിവിഡൻഡ് റിക്വയർ ചെയ്യുന്ന പറയുമ്പോൾ കമ്പനിക്കൊരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഉണ്ട്. അതിൻ്റെ അനുസരിച്ചാണ് എത്ര കൊടുക്കണം, എത്ര റിസർവ്സിലേക്ക് മാറ്റി വെക്കണം, ഇതൊക്കെയാണ് കമ്പനി ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ റൈറ്റ് റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലും കമ്പനി എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് മീനിങ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആദ്യം എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇനി ഡിക്ലറേഷനെ കുറിച്ചാണ്. നോർമലി എവിടെ നിന്നാണ് കമ്പനി പൈസ ഡിക്ലറേഷൻ കൊടുക്കുന്നത്? നോർമലി കമ്പനി കൊടുക്കുന്നത് എന്താണ്? ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് ആ വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കുന്നത്. എങ്ങനെ? ഡിപ്രീസിയേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം. ഡിപ്രീസിയേഷൻ കൊടുത്തില്ലെങ്കിൽ എന്താണ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതിനുശേഷം എന്താണ് കൊടുക്കുന്ന എമൗണ്ടിൽ വ്യത്യാസം വരും.
ഇല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ പാസ്റ്റ് ഇയേഴ്സിൻ്റെ പ്രോഫിറ്റിൽ എന്താണ് കമ്പനി ഈ പാസ്റ്റ് ഇയേഴ്സിന് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ് ഡിപ്രിസിയേഷനും ലോസും എല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ആ പൈസയിൽ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ഈ വർഷം കുറച്ച് പഴയ വർഷത്തിന് എടുത്തിട്ട് എന്താണ് കമ്പനി കൊടുക്കാൻ പറ്റും. ഇതാണ് ഡിവിഡൻഡിൻ്റെ. ഒരു പക്ഷേ എന്താണ് ചില സമയത്ത് ഗവൺമെൻറ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടാവും ഡിവിഡൻഡിൻ്റെ. അങ്ങനെയുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ എന്താണ് ആ എമൗണ്ട് റിസീവ് ചെയ്തിട്ടും ഇഷ്യൂ ചെയ്യാൻ പറ്റും. മീൻ ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനിയുടെ കാര്യത്തിൽ. ഇനി റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എ കമ്പനി മേ ബിഫോർ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡ് ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ എന്താണ് കമ്പനി ഒരു പെർസെൻറ്റേജ്, അത് എത്ര പെർസെൻറ്റേജ് എന്നില്ല, അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് 5% 2% ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടിയോ ഇതെല്ലാം കമ്പനിയുടെ ഇഷ്ടമാണ്. ഡയറക്ടേഴ്സ് തീരുമാനിക്കും എത്ര ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അപ്പോൾ അത് കമ്പനിയുടെ എന്താണോ പോളിസി അതിൻ്റെ അനുസരിച്ച് എന്താണ് കമ്പനിക്ക് റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പനി മേ ആണ്, അതുകൊണ്ട് ഷാൽ അല്ല. വേണമെങ്കിൽ ചെയ്താൽ മതി. നോർമലി കമ്പനി എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കും അടുത്ത വർഷത്തേനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നേക്കാൾ നമുക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാം റീറ്റെയിൻ ചെയ്യാം. ഇത്രയൊന്നില്ല. ഓക്കെ, ആസ് ഇറ്റ് മേ കൺസിഡർ അപ്രോപ്രിയേറ്റ്, അതാണ് അവർക്ക് വിട്ട കാര്യമാണ്. ഡിസ്ക്രിഷൻ്റെ പവർ ഫുൾ അവർക്ക് വിട്ടതാണ്. ടു ദ റിസർവ്സ് ഓഫ് ദ കമ്പനി, ദാറ്റ് ഈസ് ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ടു ദ റിസർവ് ഹാസ് ബീൻ ലെഫ്റ്റ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ ഇതൊരു MCQ മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോ കമ്പനീസ് ആക്ട് മാൻഡേറ്ററിലി ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. കമ്പനിക്ക് എന്താണ് എത്ര വേഗം ട്രാൻസ്ഫർ ചെയ്യാം, 100% ട്രാൻസ്ഫർ ചെയ്യാം, ഒന്നും ട്രാൻസ്ഫർ ചെയ്യാതെയും ഇരിക്കാം. ഓക്കെ, നമ്മൾ എത്രമാത്രം രൂപയാണോ അത് ക്യാഷിലാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരിക്കലും ഡിബെഞ്ചർ രീതിയിലോ അങ്ങനെയൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളത് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് മീൻസ് ക്രെഡിറ്റിംഗ് ടു ദ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. കമ്പനി എന്താണ് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് നോക്കുക, ഇക്വിറ്റി ഷെയർസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത അന്ന് തൊട്ട് 5 ദിവസത്തിനകം ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 50 കോടി രൂപ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഇപ്പോൾ SBIയുടെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നു. ഇനി ഇവിടുന്നാണ് എല്ലാവർക്കും പോകുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. സച്ച് ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഇൻ കേസ് ഓഫ് ഇൻഅഡക്വേറ്റ് ഓർ നോട്ട് പ്രോഫിറ്റ്. കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് പൈസ ഇല്ല അല്ലെങ്കിൽ ലാഭമേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടുന്ന് ചെയ്യാൻ പറ്റും? വേർ ദ കമ്പനി ഇൻഅഡക്വേറ്റ്സ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ഇനി ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി മേ പ്രൊപ്പോസ് ടു ഡിക്ലെയർ ഔട്ട് ഓഫ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്. അതായത് കമ്പനി റിസർവ്സിലേക്ക് മാറ്റി വെച്ച പൈസ ഉണ്ടാകുമല്ലോ, ആ പൈസ എന്താണ് ഫ്രീ റിസർവ്സിൽ നിന്ന് കമ്പനി എടുത്തിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിടുന്ന് പൈസ എടുക്കുന്നത്? പ്രീവിയസ് ഇയേഴ്സിലുണ്ടെങ്കിൽ അവിടുന്ന് പൈസ എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ റൂൾ 3 കമ്പനീസിൻ്റെ ഡിബെഞ്ചർ ഡിക്ലറേഷൻ പേയ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് റൂൾ 2014 ഉണ്ട്. കമ്പനി അത് ഫോളോ ചെയ്യണം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസും ചെയ്യാം. ഏതൊക്കെ റിസർവ്സ് ട്രീറ്റ് ചെയ്യില്ല നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏതൊക്കെയാണ് അൺറീസണൽ നോഷണൽ ഗെയിൻസ് അല്ലെങ്കിൽ റീവാലുവേഷൻ അല്ലെങ്കിൽ ക്യാരി എമൗണ്ട് ഒന്നും തന്നെ എന്താണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഫ്രീ റിസർവ്സ് അതിനെക്കുറിച്ചൊക്കെ നെറ്റ്വർത്തിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻഅഡക്വസി അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ്. ഏതൊക്കെയാണ്? ലാഭം വളരെ കുറവാണ്, പിന്നെ എന്താണ് പ്രോഫിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പാസ്റ്റ് ഇയേഴ്സിൽ എന്താണ് പ്രോഫിറ്റ് റിസർവ്സ് എടുത്തിട്ട് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. കഴിഞ്ഞ 3 വർഷം ഇപ്പോൾ 2024, 25 നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡിവിഡൻഡിലും 2 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്, ഇന്ററിം ഡിവിഡൻഡ് ഉണ്ട്. എന്താണ് ഫൈനൽ ഡിവിഡൻഡ്? AGM ഇഷ്യൂ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫൈനൽ ഡിവിഡൻഡ്. ഇതിന് ഇൻ ബിറ്റ്വീൻ വൺ AGM ടു അനദർ AGM എന്താണ് നമ്മൾ ഈ സാധനം ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഫൈനാൻഷ്യൽ ക്ലോസ് ആയിട്ട് AGM വരെയുള്ള സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിവിഡൻഡിന്റെ പേരാണ് ഇന്ററിം ഡിവിഡൻഡ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചൊരു ബേസിക് ഇൻഫോർമേഷൻസ് മെറ്റീരിയലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, കമ്പനി 2024-25 കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല, കമ്പനി എന്താണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ അതായത് കഴിഞ്ഞ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കഴിഞ്ഞ 3 വർഷം അതായത് 3, 2, 1 ഈ 3 വർഷത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10%, 15%, പിന്നെ 15% ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയി? 40% ഡിവൈഡഡ് ബൈ 3 എത്ര പെർസെൻറ്റേജ് വരുന്നോ അത്രയും പെർസെൻറ്റേജ് ആണ് മാക്സിമം എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഒരു പക്ഷേ കമ്പനി കഴിഞ്ഞ 3 വർഷത്തിൽ എന്താ However, this condition will not apply if a company has not declared any dividend in each of the preceding financial years. അങ്ങനെയുണ്ടെങ്കിൽ കമ്പനിക്ക് എന്താണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഈ പറഞ്ഞ റേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്രൈറ്റീരിയ എക്സംപ്റ്റഡ്. എപ്പോൾ 3 വർഷം ആയിട്ടില്ലെങ്കിൽ എന്ന രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. എത്ര
ചെയ്യാൻ പറ്റും. കമ്പനി അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ഇയേഴ്സിൻ്റെ റിസർവ്സിൽ നിന്ന് കമ്പനിക്ക് എത്ര പൈസ എടുക്കാൻ പറ്റും, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എത്രയാണ്? നോട്ട് എക്സീഡ് 1/10 ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസോഴ്സ്. ഈ കമ്പനിയുടെ ടോട്ടൽ ഫ്രീ റിസോഴ്സും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയുണ്ടോ അതിൻ്റെ, ഫോർ എക്സാമ്പിൾ രണ്ടും കൂടി ഇപ്പോൾ ഒരു 100 കോടി രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഒരു 50 കോടി രൂപ ഫ്രീ റിസോഴ്സ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് 10% എത്ര വരുമോ? 15 കോടി രൂപ. അപ്പോൾ ഇതാണ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി റിസർവ്ഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഈ എമൗണ്ട് മനസ്സിലാക്കുക? ആസ് പെർ ദ ലേറ്റസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ വിഡ്രോ ചെയ്ത പൈസ ആദ്യം എന്ത് പർപ്പസിന് യൂസ് ചെയ്യണം? കമ്പനിയുടെ ആ വർഷത്തെ ലോസസ് എല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് നിങ്ങളിപ്പോൾ 2024-25 ഡിക്ലെയർ ചെയ്യുന്നത്, ഈ വർഷത്തെ ടോട്ടൽ ലോസ് എത്രയുണ്ട്, ആ ലോസ് നിലനിൽക്കെ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് നമ്മൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോസസ് എല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻസ് ആണ്, 3 കണ്ടീഷൻസ് മെയിൻ ആയിട്ടുള്ളത്. ബാലൻസ് ഓഫ് റിസർവ്സ് ആഫ്റ്റർ സച്ച് വിഡ്രോവൽ. ഈ ഇപ്പോൾ ഡിവിഡൻഡ് പല പർപ്പസിന് വേണ്ടി നമ്മൾ എന്താണ് പൈസ വിഡ്രോ ചെയ്യും. ഇതിലെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. ബാലൻസ് ഓഫ് റിസർവ്സ് ആഫ്റ്റർ സച്ച് വിഡ്രോവൽ ഷാൽ നോട്ട് ബിലോ 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നമ്മുടെ ഫ്രീ റിസർവ്സ് 50 കോടിയായിരുന്നു അല്ലേ? അതിൻ്റെ നമ്മൾ എത്ര എടുത്തു? 15 കോടി രൂപ എടുത്തു. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 35 കോടി രൂപയുണ്ട്. അപ്പോൾ ഈ 35 കോടി രൂപ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 15% കുറയുന്നത്. എത്രയായിരുന്നു? 15 crore. നമ്മുടെ എത്രയുണ്ട്? 35 crore. നമ്മുടെ എക്സാമ്പിളിൽ നിങ്ങളുടെ മെറ്റീരിയൽ വളരെ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയാലും മതി. ഓക്കെ, ഈ പറഞ്ഞ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ മനസ്സിലാകും? നമുക്ക് ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്താണ് ആ കാര്യം നമുക്ക് മനസ്സിലാകും. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ പറഞ്ഞ റൂൾസ് ഒന്നും തന്നെ ഗവൺമെൻറ് കമ്പനി ആസ് പെർ 2 subsection 45 അപ്ലിക്കേബിൾ ആകില്ല. എങ്ങനെയാണ്? ഏതെങ്കിലും എൻറ്റയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ്. അതായത് ഗവൺമെൻറ് കമ്പനി ആയിരിക്കണം, പക്ഷേ അതിൻ്റെ എന്താണ് എൻറ്റയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നോട്ട് 51%, ഇറ്റ് ഈസ് 100% എന്ത് ഹോൾഡ് ചെയ്തിരിക്കണം? ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് മിക്സഡ് ആയിട്ട് എന്താണ് ഹോൾഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും തന്നെ അപ്ലിക്കേബിൾ ആകില്ല. ഓക്കെ, അടുത്തത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കും? നമ്മൾ ക്യാഷ്, ചെക്ക് അല്ലെങ്കിൽ ഡിവിഡൻഡ് വാറണ്ട് ഉണ്ട്. ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ മോഡിൽ നമുക്ക് നെഫ്റ്റോ കാര്യങ്ങൾ ഇതൊന്നും തന്നെ ചെയ്യാൻ പറ്റും. ഒരിക്കലും കൈൻഡ് രൂപത്തിൽ കൊടുക്കരുത്. ആർക്കാണ് കൊടുക്കുന്നത്? രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ, അല്ലെങ്കിൽ ടു ഹിസ് ഓർഡർ എനി ബെനിഫിഷ്യൽ ഓണേഴ്സ്, അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ, നിധി കമ്പനി ഇങ്ങനെയാണ്. Any dividend payable in cash must be paid by crediting to the same to the account of the member if the dividend is not claimed within 30 days. നിധി കമ്പനി നമുക്കറിയാം എന്താണ്. നിധി കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എന്താണ് ടു ക്രിയേറ്റ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ലൈക്ക് എ ബാങ്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഡിക്ലെയർ ചെയ്ത വിത്തിൻ 30 days ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു സിസ്റ്റം ഒക്കെ ഉണ്ട് സാധാ കമ്പനിയുടെ ദിസ് വൺ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നേരിട്ട് എന്താണ് നമ്മൾ എങ്ങോട്ട് ചെയ്യുന്നു? നമ്മൾ കൃത്യമായിട്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. നെക്സ്റ്റ് പ്രൊഹിബിഷൻ ഒന്ന് നമുക്കറിയാം. സെക്ഷൻ 8 കമ്പനിയിൽ ഒരിക്കലും എന്താണ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 8 കമ്പനിയുടെ അണ്ടറിൽ ലൈസൻസ് ഉള്ളൊരു കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അതുകൊണ്ടാണ് കമ്പനിയുടെ എന്താണ് ഈ പ്രോഫിറ്റ് എല്ലാം കമ്പനിയുടെ ഒബ്ജക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് കമ്പനിയുടെ ഡിബെഞ്ചർ റൂൾസോ ഡെപ്പോസിറ്റ് റൂൾസോ ഒക്കെ കമ്പനി ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രൊഹിബിഷൻ സെക്ഷൻ 73, 74 എന്ന് പറയുന്നത്. ഇനി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്ഷൻ 73, 74 നമ്മൾ ഡെപ്പോസിറ്റിനെ കുറിച്ച് ആൾറെഡി പഠിച്ചൊരു സംഭവം തന്നെയാണ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നൊരു കോൺസെപ്റ്റ്. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് അതായത് കമ്പനി ഡിഫോൾട്ട് ചെയ്തൊന്നല്ല, ആരും ക്ലെയിം ചെയ്തില്ല എന്ന രീതിയിലാണ്. ഇവിടെ നോക്കുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു. അത് എക്സ്ട്രാ ഒരു കോൺസെപ്റ്റാണ്. വിത്തിൻ 30 days ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പേ ചെയ്തിട്ടില്ല, ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 days എക്സ്പയറി ആകുന്നു. വിത്തിൻ 7 days കമ്പനി എന്ത് ചെയ്യുന്നു?
30 ഡേയ്സ് എക്സ്പയറി ആയ 7 ഡേയ്സിനുള്ളിൽ കമ്പനി അതൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നു. അതൊരു SBI അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നു. നമ്മളതിനെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഒരു പക്ഷേ ഈ പറഞ്ഞ 7 ഡേയ്സിലെ കമ്പനി മാറ്റി വെച്ചില്ലെങ്കിൽ ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ 1000 രൂപ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ 8ാം ദിവസം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 12% ഇൻട്രസ്റ്റ്, എത്ര എമൗണ്ട് ആണ് എത്ര ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യാൻ മറന്നോ അത്രയും 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാം. കമ്പനി 90 ഡേയ്സിനുള്ളിൽ, അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വന്ന 90 ഡേയ്സിനുള്ളിൽ രജിസ്ട്രാറിന്, അതേപോലെ തന്നെ കമ്പനി രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റിലും, അത് രജിസ്ട്രാറിനല്ല കമ്പനിയുടെ വെബ്സൈറ്റിലും എന്താണ്, അതേപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സെപ്പറേറ്റ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പഴയ ആൾക്കാർ ഒരുപാട് ഡിവിഡൻഡ് ഒക്കെ മേടിച്ചിട്ട് ക്ലെയിം ചെയ്യാതെ കുറേ ആൾക്കാർ പെൻഡിങ് ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രിപ്പയർ ദ നെയിം, ലാസ്റ്റ് നോൺ അഡ്രസ്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് നമ്പർ, എമൗണ്ട് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വരണം. അപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ അൺപെയ്ഡ് അക്കൗണ്ടിൽ 7 വർഷം വരെയും അതൊരു സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. അവിടെ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ബെയറിംഗ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. 7 വർഷം വരെ അവിടെ കീപ്പ് ചെയ്യും. 7 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ഈ പറഞ്ഞ അൺപെയ്ഡ് ഡിവിഡൻഡ് പ്ലസ് ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. ഇതിനു വേണ്ടി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്താണ് കമ്പനിക്ക് പിന്നെ അപ്ലൈ ചെയ്തിട്ട് ഈ പൈസ മേടിക്കാവുന്നതാണ്. എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും മേടിക്കാം. ഇനി 7 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ IAPFൽ നിന്ന് മേടിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഇവിടെ നോക്കാം, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് IAPF എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ഫെയിൽ ആയാൽ പിന്നെ ഏതൊക്കെ സമയത്ത് പണിഷ്മെൻറ്റ് ഇല്ല എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചും ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കഴിയും. ഇൻവെസ്റ്റേഴ്സിൻ്റെ എമൗണ്ട്സ് ടു ബി ക്രെഡിറ്റ്, ഇത് നിങ്ങൾക്ക് എന്താണ് ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ക്രെഡിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഏതെങ്കിലും ഡൊണേഷൻസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കുള്ള പൈസ നമ്മൾ 7 വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് അതേപോലെ തന്നെ 1956 അണ്ടറിൽ IAPF ഉള്ളതും 2013 ക്രെഡിറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് ഈ ഡിസ്ഗോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്താണ് ഫ്രോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റൊരാൾക്ക് അവകാശപ്പെട്ട പൈസ എന്താണ്, ഇപ്പോൾ എൻ്റെ ഒരു പൈസ ആരോ തട്ടിയെടുത്തു, അവരുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ആ പൈസ റിക്കവർ ചെയ്തിട്ട് ആ പൈസ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, IAPFലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇനി IAPFലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ പൈസ എനിക്ക് എന്താണ് എമൗണ്ടിൽ നിന്ന് ആ ഒരു ഫണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി തരും. ഓക്കെ, അപ്പോൾ ഡിസ്ഗോർജ്മെൻറ്റ് നമ്മൾ പറയും, ഡിസ്ഗോർജ്മെൻറ്റ് നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻ മണി ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോർ അലോട്ട്മെൻറ്റിൽ ആരും ക്ലെയിം ചെയ്തിട്ടില്ല, ബാക്കിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 7 വർഷം എന്താണ് അൺക്ലെയിം അക്കൗണ്ട് ഉണ്ടാവും. അതിനുശേഷം എന്താണ് എല്ലാം 7 years ആണ് നോർമലി പറയുന്നത്. കമ്പനിയുടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാം 7 yearsന് ശേഷമാണ്. ഇനി മെച്യൂർഡ് ഡെപ്പോസിറ്റ് ആരും ക്ലെയിം ചെയ്തിട്ടില്ല, മെച്യൂർഡ് ഡിബെഞ്ചേഴ്സ് ആരും ക്ലെയിം ചെയ്തിട്ടില്ല, പ്രിഫറൻസ് ഷെയർസ് ആരും ക്ലെയിം ചെയ്തിട്ടില്ല, ഈക്വിറ്റി ഷെയർസ് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ആയിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈസ എല്ലാം 7 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകും, നമ്മുടെ IAPFലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ എല്ലാം ഒരു ഇൻകം ഉണ്ടാവുമല്ലോ, ഇൻട്രസ്റ്റ്, ബാങ്കിലുള്ള ഇൻട്രസ്റ്റ്, ഡിബെഞ്ചർ റിഡീം 7 വർഷം കീപ്പ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം എന്താണ് IAPFലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ബോണസ് ഷെയർസ്, മർജർ, അമാൽഗമേഷനിൽ നിന്നാണ് 7 വർഷത്തിന് കൂടുതലുണ്ടെങ്കിൽ അതെന്താണ് നമ്മൾക്ക് IAPFലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതർ എമൗണ്ട്സ് എന്താണ്, ഇതല്ലാതെയുള്ള കുറച്ച് എമൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രാൻഡ്സോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഷെയർസ് ആരെങ്കിലും ഡിവിഡൻഡ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ, നെക്സ്റ്റ് ഓക്കെ ഗ്രാൻഡ് ഫീസ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നത്, ആരെങ്കിലും ക്ലെയിം ചെയ്ത് വരുമ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, മെച്യൂർ ഡെപ്പോസിറ്റ്, മെച്യൂർ ഡിബെഞ്ചേഴ്സ്, അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ എന്താണ് ഒരു എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വരുന്ന എക്സ്പെൻസസ് കാര്യങ്ങൾ. നെക്സ്റ്റ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്നെ ചതിച്ചൊരാൾ പൈസ ഉണ്ടാക്കി, ഇനി ആ പൈസ ഞാൻ ചോദിക്കുമ്പോൾ ആ ഡിസ്ഗോർജ്മെൻറ്റ് എമൗണ്ട് എന്താണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആര് ക്രെഡിറ്റ് ചെയ്തു വരും, IAPF എന്ന് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി ലീഗൽ എക്സ്പെൻസസ്, നമ്മൾ കോടതിയിൽ കേസ് വാദിച്ച് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലീഗൽ എക്സ്പെൻസസ് എന്താണ് ട്രൈബ്യൂണലിലെ സാങ്ഷൻ പ്രകാരം അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരുടെ സാലറി കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അവരുടെ ചാർജസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ്സ്. അപ്പോൾ ഇവിടെ ഡിക്ലെയർ dividend not paid or warrant is not paid within 30 days from the date of declaration. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു,
30 ഡേയ്സിനുള്ളിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ കമ്പനി സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റമിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇവിടെ കമ്പനിയുടെ ഭാഗത്ത് ഫെയിൽ ആണെങ്കിൽ കമ്പനി എന്താണ് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി കൊടുക്കുമ്പോൾ 18% ഇൻട്രസ്റ്റ് ആണ്. ആ 12% എന്തായിരുന്നു കമ്പനി അത് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമാണ് പഠിക്കുന്നത്. ഇനി എവറി ഡയറക്ടർ ആൾറെഡി വരും, നോയിങ്ലി ടു എ പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഇംപ്രിസൺമെന്റ് നോട്ട് ലെസ് ദാൻ 2 years or less, ഫൈൻ പറയുന്നുണ്ട് 1000 rupees പെർ ഹെഡ്. ഇനി ഏതൊക്കെ സമയത്ത് വരില്ല ഇതൊന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും പഠിക്കാനുണ്ട്. ഓക്കെ, ഏതൊക്കെ സമയത്താണ് ഈ പറഞ്ഞ ഒഫൻസസ് കാരണം കമ്മിറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ പറയും. ഈ ഒരു 7th പോയിന്റിൽ ഈ പറഞ്ഞ ഒരു 8th പോയിന്റിൽ എന്തൊക്കെയാണ്? ഒന്ന്, നോട്ട് പെയ്ഡ് ബൈ റീസൺ ഓഫ് എനി ഓപ്പറേഷൻ ഓഫ് എനി ലോ ആസ് പെർ ദ എനി ലോ. ആ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. എന്താണ് ഡെത്ത് കാര്യങ്ങളൊക്കെ, ട്രാൻസ്മിഷൻ സബ്മിറ്റ് ചെയ്തില്ല, നോമിനറി ഡീറ്റെയിൽസ് ഇല്ല, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയിപ്പോയി, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉള്ള സമയത്താണ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് എനി സം ഡ്യൂ. ഷെയർ ഹോൾഡേഴ്സ് കോൾഡ് അപ്പറി കോൾസ് ഇൻ അരിയേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഷെയർ ഹോൾഡർ പറഞ്ഞു, ഒരു ഡയറക്ഷൻ നൽകി ഷെയർ ഹോൾഡർ ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി. പക്ഷേ എത്ര അയച്ചിട്ടും പൈസ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് തെറ്റില്ല, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഈ പറഞ്ഞ ഡിവിഡൻഡ് കിട്ടുന്ന സംബന്ധമായിട്ട് കമ്പനിയും ഈ പറഞ്ഞ ഷെയർ ഹോൾഡറും തമ്മിൽ എന്തോ ഒരു കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്പ്യൂട്ട്. ഞാൻ ഒരു കേസ് പരിഹരിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഇനി എനി അതർ റീസൺ, ഈ പറഞ്ഞതൊന്നും എന്താണ് കമ്പനിയുടെ ഭാഗത്തല്ലാത്ത ഒരു പ്രശ്നമാണ്. ഞങ്ങൾ പൈസ അയച്ചു, ഇവിടുന്ന് ഡെബിറ്റും ആയി, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയെന്ന് മെസ്സേജും വന്നു, പക്ഷെ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കമ്പനിയുടെ ബിയോണ്ട് കൺട്രോൾ ഒരു കാര്യത്തിനും ആരും ലൈബൽ അല്ല, കമ്പനി ലൈബൽ അല്ല. അപ്പോൾ അതൊരു ചെറിയ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡിവിഡൻഡ് എന്നൊരു ചാപ്റ്റർ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് വരും. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞില്ലായിരുന്നോ, 3 yearsൻ്റെ കോൺസെപ്റ്റ്, പിന്നെ അതേപോലെ 10% 15% അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റൻസ് വരും. അപ്പോൾ അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് CA എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ചെറിയൊരു റാപ്പിഡ് റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.